ഇന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറുപയർ കറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എപ്പോഴും നമ്മൾ ഒരേ സ്റ്റൈലിലാണല്ലോ ചെറുപയർ കറി ഉണ്ടാക്കുക. ഇത് ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ട് ഒരു ചിക്കൻ കറിയുടെയൊക്കെ ഫ്ലേവർ വരുന്ന നല്ല രസമുള്ള ഒരു ചെറുപയർ കറി. പൊറോട്ടയ്ക്കും പിന്നെ ചപ്പാത്തിക്കും പത്തിരിക്കും പുട്ടിനും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ശരിക്കും ചപ്പാത്തിൻ്റെ കൂടെ നമ്മൾ സാധാരണ ചെറുപയർ കൂട്ടി ചപ്പാത്തി കഴിക്കുന്നതിനേക്കാളും ഒരു ചിക്കൻ്റെ ഒരു ഫ്ലേവറിൽ അല്ലെങ്കിൽ ഒരു ചിക്കൻ കറി പോലെ തന്നെ നമുക്ക് ഈ ഒരു ചെറുപയർ കറി കൂട്ടാം. നമ്മൾ ദാൽ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ദാൽ ഫ്രൈനെക്കാട്ടും ദാൽ ഫ്രൈൻ്റെ ഏകദേശം അതേ പ്രൊസീജിയറൊക്കെ തന്നെയാണ്, പക്ഷെ അതിനേക്കാളും ടേസ്റ്റിലാണ് ഈ ഒരു ചെറുപയർ ഇങ്ങനെ കറിയാക്കിയപ്പോൾ വന്നത്. അപ്പോൾ ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ്. ഞങ്ങൾ സാധാരണ ഈ ചെറുപയർ തിരി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് പുട്ടിനൊക്കെ കറി ഉണ്ടാക്കാന്നല്ലാണ്ട് വേറെ ഒരു രീതിയിലും ഉണ്ടാക്കാറില്ലായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ചെറുപയർ കറി എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് വേഗം നോക്കിയിട്ട് വരാം. ചെറുപയർ കറി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കിൽ നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയാണ്, ചെറുതായി അരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് വെളുത്തുള്ളി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്, ചെറുതായി അരിഞ്ഞ ഉള്ളി. ഒരു ഉള്ളിയാണ് എടുത്തത്. ഞാൻ 4 പേർക്കുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. സിം ഫ്ലെയിമിൽ വെച്ച് നല്ലവണ്ണം വഴറ്റുക. ഇങ്ങനെ ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന പയറ് കറിക്ക് നല്ല ചിക്കൻ കറിയുടെ ടേസ്റ്റാണ്. ശരിക്കും നമ്മൾ ദാൽ ഫ്രൈ പോലെ തന്നെ, ദാൽ ഫ്രൈനേക്കാളും രുചിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വഴറ്റി ഒന്ന് കളർ മാറി വരുന്നുണ്ട്. ഇത്തിരിയും കൂടെ ഒന്ന് മൂത്തോട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു തക്കാളിയാണ് ഞാൻ എടുത്തത്. ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതാണ്. ഇനി ഇതും കൂടെ നല്ലോണം ഒന്ന് ഉള്ളിയും തക്കാളിയെല്ലാം കൂടെ ഒന്ന് നല്ലോണം വഴറ്റി ഒന്ന് മൂപ്പിച്ച് റെഡിയാക്കാം. ഇതെല്ലാം സിം ഫ്ലെയിമിൽ തന്നെ ചെയ്യുക. ഫുൾ ഫ്ലെയിമിലിട്ടാൽ അതൊക്കെ വേഗം കരിഞ്ഞു പോവുകയാണ് ചെയ്യുക. അപ്പോൾ സിം ഫ്ലെയിമിൽ തന്നെ ഇതൊക്കെ ചെയ്യാം. ഉള്ളിയും തക്കാളിയും ഏകദേശം ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു പച്ചമുളക്, കാന്താരി മുളകാണ്, 2 കാന്താരി മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിന് നമ്മൾ കുറച്ച് മുളക് പൊടി ഇടും. അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് ഒരുപാട് ഇടണമെന്നില്ല, ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം 2 എണ്ണം ഇട്ട് കൊടുത്തത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വഴറ്റി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലയാണ് ചേർക്കേണ്ടത്. മസാലപ്പൊടികൾ ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ചിക്കൻ മസാല. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ആ സമയത്ത് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ മസാലയുടെ ആ ഒരു ഫ്ലേവറാണ് ഇതിൽ നല്ല ടേസ്റ്റി ആയിട്ട്. ഇത് വീട്ടിലുണ്ടാക്കിയ ചിക്കൻ മസാലയാണ്. അപ്പോൾ ഇത് ആ ഒരു സാധാരണ ഒരു ട്രഡീഷണൽ ചെറുപയർ കറിയുടെ രുചിയല്ലാതെ വേറൊരു രുചിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അത് നല്ലോണം വേവിച്ചെടുക്കാം. വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വെന്തോട്ടെ. അപ്പോൾ മസാലയൊക്കെ ആയി. ഒരുപാട് മസാലകളില്ല. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിരുന്നു. അതിനുശേഷം കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇനി നമ്മളിത് വേവിച്ച് വെച്ച പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് ഉള്ളിയും തക്കാളിയും ആ ചെറുപയറും എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിക്കോട്ടെ.
ഇങ്ങനൊരു കറി ഞാൻ അധികം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ സ്ഥിരം ഈ കറി തന്നെയാണ് ഉണ്ടാക്കൽ. സാധാരണ വെറുതെ ചെറുപയർ വേവിച്ച് തേങ്ങയെല്ലാം ഒഴിച്ച് ആക്കുന്നതിനെക്കാട്ടും ആ ഒരു ഉള്ളിയും തക്കാളീൻ്റെ പുളിയും ഉള്ളിൻ്റെ ആ ടേസ്റ്റും ചിക്കൻ മസാലയെല്ലാം കൂടി ആകുമ്പോൾ വേറൊരു രുചിയാണ്. അപ്പോൾ നമ്മൾ ചെറുപയർ ഉപ്പിട്ടിട്ടായിരുന്നു വേവിച്ചത്. നേരത്തെ ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടേസ്റ്റ് നോക്കി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡിയായി എന്ന് പറയാം. നല്ലോണം ഒന്ന് തിളച്ചോട്ടെ. ഇനി ഇതിനകത്തേക്ക് ചെറിയൊരു പണിയും കൂടെ ഉണ്ട്. കുറച്ച് നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ, മുഴുവനും വേണ്ട, കുറച്ച് വെള്ളം പോലെയുള്ള പാലാണ്. അത് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുമ്പോഴാണ് അതിന് വേറൊരു രുചി വരിക. ശരിക്കും ചിക്കൻ കറിയൊക്കെ പുറകിൽ നിൽക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനും പയർ കറി ഉള്ളിയൊക്കെ വഴറ്റി തക്കാളിയൊക്കെ ഇട്ട ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് ഞാനും വിചാരിച്ചത്. പക്ഷെ ഇത് വേറെ ഒരു രുചിയാണ്. എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതിന് ഞാൻ കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കിയത് നല്ല ചപ്പാത്തിയാണ്. സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിക്കാണ് ശരിക്കും ഇത് നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളത്. നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ആയാൽ അത് പൂർണ്ണമായി. അപ്പോൾ ഈ ഒരു ചെറുപയർ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ചപ്പാത്തീൻ്റെ കൂടെ, പത്തിരീൻ്റെ കൂടെ, പുട്ടിന് ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ.